ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇവിടുത്തെ പ്രധാനപ്പെട്ട ഗെയിമർ ആരാണ് എന്ന് ചോദിച്ചാൽ ബിഗ് ബോസ് തന്നെയാണ് എന്ന് നിസ്സംശയം പറയേണ്ടി വരും. അതായത് ബിഗ് ബോസ് ഇറങ്ങി കളിക്കുന്ന ഒരു സീസണാണ് ഈ സീസൺ. പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് ബിഗ് ബോസ് പ്രവചനാതീതമാണെന്ന്. അതൊക്കെ ശരിയാണ്. പക്ഷേ ആ പ്രവചനാതീതം എന്ന് പറയുന്ന സംഭവമൊന്നും ഈ 6 സീസണിൽ മാത്രം ഭയങ്കരമായിട്ടൊന്നും കണ്ടിട്ടില്ല. എന്നാൽ 7ന്റെ പണി എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിത്തിരിച്ച ബിഗ് ബോസ് അത് വളരെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. കാരണം പണി കിട്ടും എന്ന് നമ്മൾ കരുതുന്ന ആൾക്കാർ പണി കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, അവർ സ്റ്റാർ വാല്യൂ ഉള്ളവരായി മാറുകയാണ്. സുരക്ഷിതരായിരിക്കും എന്ന് കരുതുന്ന ആൾക്കാർ അവർക്ക് 7ന്റെ പണി കൊടുത്ത് അവരെ ഒന്നുമല്ലാതാക്കി കളയുകയും ചെയ്യുന്ന ഒരു വ്യത്യസ്തതയുള്ള ഗെയിം. ഇവിടെ ജിസേലിന്റെ വിഷയവും അനുമോളുടെ വിഷയവും തന്നെയാണ് സംസാരിച്ചു വരുന്നതെന്ന് കേൾക്കുന്ന ഓരോ ആൾക്കാർക്കും മനസ്സിലാകും. ജിസേലിന്റെ രക്തത്തിന് വേണ്ടി ദാഹിക്കുന്ന ഒരു വലിയ കൂട്ടം ആൾക്കാരെ നമുക്ക് ഈ ദിവസങ്ങൾ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. കാരണം ജിസേലിന്റെ തെറ്റുകളൊക്കെ സമൂഹത്തിന്റെ മുമ്പിൽ തുറന്ന് കാണിച്ചു തന്നുകൊണ്ടിരുന്ന വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ അത് അനുമോളല്ല, ബിഗ് ബോസ് തന്നെയാണ്. ജിസേലിനെ ഏറ്റവും അധികം ആൾക്കാർ ആക്രമിക്കുന്നുണ്ടെങ്കിൽ, അവർക്കെതിരായി സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ആരാണ്? അത് തുറന്ന് കാണിച്ച ബിഗ് ബോസ് തന്നെയാണ്. ബിഗ് ബോസ് ഇത് കാട്ടിത്തന്നില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ആരും ജിസേലിനെ ഇത്രയും ഒന്നും ആക്രമിക്കില്ല. ഇങ്ങനെ ഒരു ദൃശ്യം സമൂഹത്തിന്റെ മുൻപിലേക്ക് തുറന്നു വിട്ടുകൊടുക്കുന്നു. അതിന്റെ പിൻപിൽ വർക്ക് ചെയ്യുന്ന ആളാരാണ്? അനുമോളാണ്. അനുമോൾ ശരിക്കും എന്താണ് ചെയ്തത്? ബിഗ് ബോസിന്റെ റൂൾസിനെ നിരന്തരം ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ എക്സ്പോസ് ചെയ്തു. ലാലേട്ടൻ അവസാനം അനുമോളെ കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞ് ഒന്ന് സുഖിപ്പിച്ചു വിടുന്നുണ്ട്. എങ്കിൽ പോലും ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഇത്രയും വലിയ കള്ളത്തരങ്ങളെല്ലാം തുറന്നു കാട്ടിയ അനുമോളെ ഒന്നുമല്ലാതെയാക്കി അടിച്ചൊരു മൂലയ്ക്ക് മാറ്റിയിരുത്തി. നമ്മളൊക്കെ പ്രതീക്ഷിച്ചു കൊണ്ടിരുന്നത് ബിഗ് ബോസ് ഷോ നിർത്താൻ പോലും ബിഗ് ബോസ് അനൗൺസ് ചെയ്യുവാൻ കാരണക്കാരിയായി തീർന്നൊരു വ്യക്തി. പലയാവർത്തി വാർണിങ്ങുകൾ കൊടുത്തിട്ടും പുല്ലുവില ബിഗ് ബോസിന് കൊടുത്തുകൊണ്ട് വീണ്ടും വീണ്ടും റൂൾസ് ബ്രേക്ക് ചെയ്തുകൊണ്ടിരുന്നൊരു വ്യക്തി. അവർക്ക് 7ന്റെ പണി കിട്ടുമെന്നല്ലേ നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷെ 7ന്റെ പണി കിട്ടിയില്ല. ഇതാണ് ബിഗ് ബോസിന്റെ നീതി. നമ്മുടെയൊക്കെ നീതി നമ്മൾ പല രീതികളിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ആയിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമ്മൾ നേരത്തെ പ്രവചിച്ചു. എന്നാൽ ഇത് അനുമോൾക്ക് മാത്രമല്ല, അനുമോളുടെയും ജിസേലിന്റെയും വിഷയത്തിനകത്ത് അഭിപ്രായം പറയുകയും നീതിപരമായിട്ട് അഭിപ്രായം പറഞ്ഞ മുഴുവൻ ആൾക്കാരുടെയും അണ്ണാക്കിലടിച്ചുകൊണ്ടുള്ള ഒരു വിധിയായിരുന്നു ഇന്ന് ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്ന് വന്നത്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും പറയുന്നത് ബിഗ് ബോസിനെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല എന്ന്. ഇപ്പോഴിതാ നിയമപുസ്തകം നിവർത്തി വെച്ചുകൊണ്ട് ജിസേലിന്റെ നടപടിയെ നിരന്തരം വിമർശിക്കുകയും റൂൾ ബ്രേക്ക് ചെയ്യുന്നതിന് അവരെ നിരന്തരം ശാസിക്കുകയും ഷോ നിർത്തിവെക്കാൻ പോകുന്നു എന്നൊക്കെ വലിയ വായിൽ വർത്തമാനം പറയുകയും ചെയ്ത ബിഗ് ബോസ് തന്നെ പറയുകയാണ്, ഇതൊന്നും വലിയ കാര്യമല്ല, ഞാൻ ചുമ്മാ പേടിപ്പിക്കാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്ക് ആവശ്യം കണ്ടന്റ് തരുന്നവരെയാണ്. അപ്പോൾ ഈ വിഷയത്തിൽ അനുമോൾക്ക് നീതി വേണ്ട തരത്തിൽ ലഭിച്ചിട്ടില്ല എന്ന് അനുമോളുടെ ഫാൻസ് വിശ്വസിക്കുന്നുണ്ട്. അതുമാത്രവുമല്ല, ആ വീട്ടിലുള്ള ചീറ്റപ്പുലിയെ പോലെ നിൽക്കുന്ന സകല ആണുങ്ങളുടെയും മുൻപിലേക്ക് അനുമോളെ വലിച്ചെറിഞ്ഞു കൊടുത്തിരിക്കുകയാണ് ബിഗ് ബോസ്. ഇപ്പോൾ ജിസേലിന്റെ ബോയ് ഫ്രണ്ട്സ് ആണ് അവിടെയുള്ളവർ എല്ലാവരും. ജിസേലിന്റെ പുറകിനെ ഒലിപ്പിച്ചു നടക്കുകയും അവരുടെ മുമ്പിൽ മൂക്കുകുത്തി വീഴുകയും ചെയ്തിരിക്കുന്ന ആണുങ്ങൾ എന്ന് പറഞ്ഞ് പരിഹസിച്ചതിന്റെ വീഡിയോ ക്ലിപ്പ് ഉൾപ്പെടെ കാണിച്ചത് ശരിക്കും അനുമോളെ അടിച്ചില്ലാതെയാക്കുന്നതിന് തുല്യമായിരുന്നു. ജിസേൽ ഇതിനകത്ത് അനുമോളോട് പല മോശമായിട്ടുള്ള വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്, ചീത്ത പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊന്നും അവർ തുറന്നു കാണിക്കാൻ തയ്യാറായില്ല. അപ്പോൾ അനുമോള് പറഞ്ഞതിനെ മാത്രം എക്സ്പോസ് ചെയ്ത് കാണിക്കുമ്പോൾ അവർക്ക് ആവശ്യം കോണ്ടന്റ് ആണ്. അതിന്റെ കാരണം അടുത്ത ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ ബിഗ് ബോസ് വീടിനകത്ത് വീണ്ടും വീണ്ടും അടികൾ നടന്നുകൊണ്ടിരിക്കും. ഒരു പക്ഷേ ബിഗ് ബോസ് തീരുന്ന സമയം വരെയോളം, അല്ലെങ്കിൽ അനുമോൾ ആ വീട്ടിൽ നിന്നും ഇടയ്ക്ക് പുറത്തു പോകേണ്ടി വന്നാൽ ആ സമയം വരെയോളം ഇത് കത്തിക്കൊണ്ടേയിരിക്കും. എല്ലാവരും അനുമോൾക്കെതിരായി തിരിയും. ജിസേലും അനുമോളും തമ്മിൽ അതിനകത്ത് ഇനിയും ദ്വന്ദ്വയുദ്ധങ്ങൾ നടക്കും. എല്ലാ ആണുങ്ങളെയും മൊണ്ണകളാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു എന്നുള്ള ഒറ്റ കാരണത്താൽ അനുമോളെ വളഞ്ഞിട്ട് ആക്രമിക്കും. അങ്ങനെ അനുമോൾ ഒറ്റപ്പെട്ടാൽ ഒരുപക്ഷെ അനീഷിന് ലഭിച്ചതുപോലെ ചില പിന്തുണയൊക്കെ പുറത്തുനിന്ന് ലഭിച്ചേക്കാം. എന്നാൽ വരുന്ന ദിവസങ്ങൾ, വരുന്ന മണിക്കൂറുകൾ, വരുന്ന 90ഓളം ദിവസങ്ങൾ അനുമോളുടെ മുൻപിൽ ഭീകരമായ ദിവസങ്ങളാണ് എന്ന് നാം ചിന്തിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അടിച്ചരിപ്പയാക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ബിഗ് ബോസ് എല്ലാവരുടെയും മുൻപിലേക്ക് അനുമോളെ തുറന്നിട്ട് കൊടുത്തിട്ടാണ് കൺഗ്രാജുലേഷനൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയും പൊക്കിപ്പിടിക്കുകയും ചെയ്യുന്നത്. ഇതാണ് ബിഗ് ബോസിന്റെ കളി. ബിഗ് ബോസിന് അനുമോളുടെ നീതി വെളിപ്പെടുത്തുക എന്നുള്ളതല്ല, ജിസേലിനെ പണിഷ്മെന്റ് കൊടുത്ത് അവിടുന്ന് പറഞ്ഞു വിടുക എന്നുള്ളതല്ല. അങ്ങനെ ജിസേലിന് ഒരു പണിഷ്മെന്റ് കൊടുത്ത് അവരെ അവിടുന്ന് ഇറക്കി വിടുകയാണെങ്കിൽ അതോടുകൂടി അവരുടെ കോണ്ടന്റിന് ക്ഷാമം ഉണ്ടാവും. കാരണം ജിസേൽ എന്ത് അനീതി കാണിച്ചു എന്ന് പറഞ്ഞാലും ക്യാമറയുടെ മുൻപിൽ അവർ കാര്യമായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ്. അതുകൊണ്ട് തന്നെ അവരെ അവിടെ നിർത്തേണ്ടത് ആവശ്യമാണ്. ജിസേലിനെതിരായിട്ട് അനുമോൾ കത്തി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അനുമോളെ കൂടുതൽ ആക്രമിക്കുവാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്താൽ അതിൽ കൂടി വീണ്ടും വീണ്ടും കണ്ടന്റ് ലഭിക്കും. ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് ബിസിനസ് എന്നുള്ളതിനപ്പുറത്ത് നീതിയെന്നോ അനീതിയെന്നോ നമ്മൾ ഈ കൂടെ ഉയർന്നു കേൾക്കുന്ന ഈ ഹ്യൂമാനിറ്റേറിയൻ എന്ന് പറയുന്ന ആ പുതിയ തേങ്ങയൊന്നും ഇവിടെ ബിഗ് ബോസിന് ഒരു വിഷയവുമല്ല.
അവർക്കിത് ബിസിനസ്സാണ്. ആരുടെ ലൈഫ് തകർന്നാലും അവർക്ക് പ്രശ്നമില്ല, ആര് നേട്ടം ഉണ്ടാക്കിയാലും അവർക്ക് പ്രശ്നമില്ല. അവർക്ക് അവരുടെ ബിസിനസ്സിനെ സംരക്ഷിച്ച് മുൻപോട്ട് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ തുറന്നു പറയുമ്പോൾ ചിലർക്കെങ്കിലും അനുമോളുടെ PR ആണ് എന്നൊരു തോന്നലുണ്ടാവും. ഞാൻ ഇതുവരെയും അനുമോൾക്കെതിരായിട്ട് സംസാരിച്ചിട്ടുള്ള ഒരാളാണ്. കഴിഞ്ഞ ദിവസത്തെ ചില കാര്യങ്ങൾ കണ്ടു, പ്രത്യേകിച്ച് ജിസേലിനോടുള്ള ബന്ധത്തിൽ അനുമോൾ ചില കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞത് കണ്ടിട്ടാണ് അനുമോളെ സപ്പോർട്ട് ചെയ്തു എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ആ പ്രവൃത്തിയിലെ നീതിയെയും അനീതിയെയും നമ്മൾ തുറന്നു കാണിക്കുകയായിരുന്നു. അങ്ങനെ ഒരു വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഞാൻ അനുമോളുടെ PR ആണ് എന്ന് ഒരു കൂട്ടം ആൾക്കാർ പ്രഖ്യാപിച്ചു. അങ്ങനെ പ്രഖ്യാപിക്കുന്നവരുടെ മുൻപിൽ അല്ല എന്ന് പറയുവാൻ നമ്മൾ തയ്യാറാവില്ല. ആണ് അനുമോളുടെ PR തന്നെയാണ് എന്നിരിക്കട്ടെ, അവിടെ നിന്നുകൊണ്ട് പറയുകയാണ്, ഇന്ന് ബിഗ് ബോസ് കാണിച്ച കാര്യം ഒരു തരത്തിൽ നമുക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആയിട്ടില്ല. കാരണം അനുമോളേക്കാൾ വലിയ കുറ്റം ചെയ്തിരിക്കുന്ന വ്യക്തി ജിസേലാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് ബിഗ് ബോസ് തന്നെയല്ലേ പറയുന്നത്, അല്ലാതെ നമ്മളല്ലല്ലോ. ആ സ്ത്രീയുടെ പ്രവൃത്തി കാരണം ഈ ഷോ തന്നെ നിർത്തിവെക്കാൻ പോകുന്നു എന്നുള്ളത് ബിഗ് ബോസ് പറയുമ്പോഴല്ലേ നമ്മൾ അറിയുകയും കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തിക്കെതിരെ ബിഗ് ബോസ് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റുമായിട്ട് വരും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്താണ് സംഗതി നേരെ ഉൾട്ടയാകുന്നത്. ഇത് കാണിച്ചു കൊടുത്ത ആളിനെ എടുത്ത് നിലത്തടിക്കുകയും ജിസേലിനെ ഒറ്റ നിമിഷം കൊണ്ട് സ്റ്റാർ വാല്യൂ ഉള്ള ഒരു വ്യക്തിയായി വാഴ്ത്തുകയും ചെയ്യുന്നു. അനുമോളുടെ പ്രവർത്തികളെല്ലാം തുറന്നു കാണിച്ചപ്പോൾ ജിസേലിനെയും തുറന്നു കാണിക്കാൻ തയ്യാറാകണമായിരുന്നു. അനുമോളുടെ പ്രവർത്തികൾ കണ്ടിട്ട് പ്രേക്ഷക സമൂഹം ഒന്നടങ്കം വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്, എന്തിനാണ് അനുമോള് മാത്രം അവരുടെ പെട്ടി പരിശോധിക്കാൻ വേണ്ടി പോകുന്നത്? അവർക്കതിന്റെ കാര്യമുണ്ടോ? ആ വീട്ടിൽ മറ്റാർക്കും അങ്ങനത്തെ പ്രശ്നമില്ലല്ലോ, അവൾക്ക് മാത്രം എന്താ ഇത്ര ബുദ്ധിമുട്ട് എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു സകല ആൾക്കാരും അനുമോൾക്കെതിരെ സംസാരിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ ആ പ്രേക്ഷക ശബ്ദങ്ങൾക്കൊന്നും ഒരു വിലയും കൊടുക്കാതെ ലാലേട്ടൻ എല്ലാവരെയും അടിച്ചച്ചാറാക്കിക്കൊണ്ട് അനുമോൾക്ക് കൺഗ്രാറ്റുലേഷൻ പറഞ്ഞു, അഭിനന്ദിച്ചു. അതിൽ കൂടി ഒന്ന് ബാലൻസിങ്ങിന് ശ്രമിക്കുകയും അപ്പോൾ തന്നെ ജിസേലിന്റെ ആരാധകർക്കിട്ട് ഒരു കൊട്ട് കൊടുക്കുകയും കൂടെ ചെയ്യുകയായിരുന്നു, നിങ്ങൾ പറഞ്ഞതല്ല ബിഗ് ബോസിന്റെ കാഴ്ചപ്പാടെന്ന്. അപ്പോൾ സംഗതി വളരെ വ്യക്തമാണ്. ബിഗ് ബോസ് ഇത്രയും കോടികളൊക്കെ വാരി മുടക്കി ഇങ്ങനെ വലിയൊരു ഷോയൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അവിടുത്തെ നിയമങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യവും പരിഗണനയും ആ വീട്ടിലെ കണ്ടസ്റ്റൻസ് കൊടുത്തില്ലെങ്കിലും ഇത്രത്തോളമൊക്കെ ഉള്ളൂ അതിന്റെ പ്രശ്നങ്ങൾ. നിങ്ങൾക്ക് റൂളൊക്കെ ബ്രേക്ക് ചെയ്യാം, ബിഗ് ബോസ് അതിനെതിരെ വാണിംഗ് തരും, വീണ്ടും നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യാം, ആ സമയത്ത് നിങ്ങൾക്ക് വാണിംഗ് തരും, നിങ്ങൾക്ക് പണി തരുമെന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ഭീഷണിപ്പെടുത്തും. പക്ഷേ അതൊന്നും നിങ്ങൾ മുഖവിലേക്ക് എടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് തോന്നുന്നത് പോലെയൊക്കെ അവിടെ ചെയ്യാം. വീക്കെൻഡിൽ ലാലേട്ടൻ വരുമ്പോൾ ഇത്രയ്ക്കൊക്കെ അവിടെ സംഭവിക്കുകയുള്ളൂ. അങ്ങേയറ്റം അവിടെ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ചെവിക്കലിനിട്ടിരണം പൊട്ടിച്ചിട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രശ്നം. റോക്കി സിജോയ്ക്കിട്ട് അടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ നിമിഷം തന്നെ പായ്ക്ക് ചെയ്ത് വിട്ടില്ലേ. അങ്ങനെയൊക്കെയുള്ള വിഷയത്തിൽ മാത്രമേ കട്ടിയായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അല്ലാത്തടത്തോളം ബിഗ് ബോസ് നടപടി ഉണ്ടാവും, അങ്ങനെയാവും ഇങ്ങനെയാവും എന്നൊക്കെ പറയുന്നത് വെറും ഉമ്മാക്കി കാട്ടി പേടിപ്പിക്കൽ മാത്രമാണ് എന്നുള്ളത് ജിസേലിനോടുള്ള ഈ സമീപനത്തിൽ കൂടി വളരെ വ്യക്തമാവുകയാണ്. എന്തായാലും അനുമോളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. എല്ലാവർക്കും വേട്ടയാടുവാൻ വേണ്ടി അനുമോളെ അവരുടെ മുൻപിലേക്ക് എറിഞ്ഞു കൊടുത്തിരിക്കുകയാണ്. അതിനോടുള്ള ബന്ധത്തിൽ വരുന്ന ദിവസങ്ങളിൽ ആ വീട്ടിൽ അഗ്നിപർവ്വതം പുകഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ പുകച്ചുരുളുകൾ ഉയർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു അഗ്നിപർവ്വതത്തിന്റെ ദൃശ്യങ്ങൾ തന്നെയാണ് ബിഗ് ബോസിനും ആവശ്യം. എങ്കിൽ മാത്രമേ ഈ ബിസിനസ് വിജയിക്കുകയുള്ളൂ. എന്തായാലും ഷോ കണ്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് പറയുവാൻ ആഗ്രഹിക്കുന്നത്? കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ മടിക്കരുത്. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം.